ഇന്ത്യൻ പ്രദേശം കയ്യേറിയിട്ടുണ്ടെന്ന് സമ്മതിച്ച് നേപ്പാൾ പാർലമെന്റിലാണ് പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പരാമർശം. ഇതാദ്യമായാണ് നേപ്പാൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായും നേപ്പാൾ പ്രധാനമന്ത്രി പറയുന്നു. ബൽറാം നുരങ്ങാടി ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, അത് സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. അത് സമ്മതിക്കുകയാണ്. എന്താണ്, ഇന്ത്യൻ പ്രദേശം കയ്യേറിയിട്ടുണ്ട് എന്ന് പാർലമെന്റിൽ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഔദ്യോഗിക സ്വഭാവം അതിന് വരുന്നുണ്ട്. ആ സമ്മതം, കുറ്റസമ്മതം ഏത് സാഹചര്യത്തിലാണ്, എന്താണ് വിവരം ബൽറാം? ഹഷ്മി, അമൃത, നേപ്പാൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴാണ് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ഇത്തരത്തിൽ ഇന്ത്യൻ പ്രദേശം നേപ്പാൾ കയ്യേറിയിട്ടുണ്ട് എന്ന പരാമർശം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും ഒരു ഔപചാരികമായ ഒരു സ്വഭാവം ഈ ഒരു പരാമർശത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ നേപ്പാളിൻ്റെ ചില പ്രദേശങ്ങൾ കയ്യേറിയിട്ടുണ്ട്, സമാനമായി തന്നെ നേപ്പാൾ ഇന്ത്യയുടെ ചില പ്രദേശങ്ങളും കയ്യേറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആയപ്പോഴാണ് തനിക്ക് ആ വിവരം ലഭിച്ചത് എന്നുള്ളതായിരുന്നു. ആദ്യമായാണ് നേപ്പാൾ ഔപചാരികമായി ഇന്ത്യൻ പ്രദേശം കയ്യേറിയതായുള്ള ഒരു സ്ഥിരീകരണം നടത്തുന്നത്. നേരത്തെ ഇന്ത്യ നേപ്പാൾ അതിർത്തി രക്ഷാ സേനകൾ തമ്മിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും അത് സംബന്ധിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്ത ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിരുന്നു. അത്തരത്തിൽ കടന്നുകയറ്റങ്ങളില്ല എന്നും മറ്റ് തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കും എന്നുള്ളതുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. നേപ്പാൾ പ്രധാനമന്ത്രി പാർലമെന്റിനെയും അറിയിച്ചത് സമാനമായ ഒരു കാര്യം തന്നെയാണ്. രണ്ട് രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകൾ നടന്നു വരുന്നതായും സർവേയിങ് അടക്കമുള്ള നടപടികളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ നിർണായകമായ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ചൈനയും UK-യുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ തർക്കത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം കാലാപാനി, ലിപുലേഖ്, ലിംപിയാതുരെ എന്നീ മേഖലകൾ, ഇത് മൂന്നും ഉത്തരാഖണ്ഡിന്റെ ഭാഗമായുള്ള പ്രദേശമാണ്. ഒപ്പം തന്നെ ട്രൈ ജംഗ്ഷൻ ഇന്ത്യ നേപ്പാൾ ടിബറ്റ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പ്രശ്നങ്ങൾക്ക് മൂല കാരണം എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന ഘട്ടത്തിൽ ഉണ്ടായ ചില തർക്കങ്ങളാണ്. അതുകൊണ്ട് തന്നെ UK-യുമായും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ബലേന്ദ്ര ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹഷ്മി, അമൃത. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.